സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അധിക വിഭവ സമാഹരണത്തിൽ ഊന്നൽ നൽകി സംസ്ഥാന ബജറ്റ്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ നടപടി തുടങ്ങുമെന്ന് ബജറ്റ് വ്യക്തമാക്കുന്നു. റബ്ബറിന്റെ താങ്ങുവില 10 രൂപ വർദ്ധിപ്പിച്ചു. ക്ഷേമ പെൻഷൻ നൽകുന്നതിന് കൃത്യമായ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് വ്യക്തമാക്കിയെങ്കിലും പെൻഷനിൽ വർധനയില്ല. കിഫ്ബി ഉൾപ്പെടെയുള്ള മൂലധന നിക്ഷേപ മേഖലയിൽ 34,530 കോടി വകയിരുത്തി. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ അധിക വിഭവ സമാഹരണത്തിനാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. ഉൽപാദന വളർച്ചയുടെ മുൻനിരയിൽ നിൽക്കുന്ന വികസന മേഖലകളായ സൂര്യോദയ മേഖലകൾക്കാണ് ബജറ്റിൽ പ്രാധാന്യം. സർക്കാർ ജീവനക്കാർ വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാകുന്ന തരത്തിൽ ആന്വിറ്റി എന്ന പുതിയ പദ്ധതി നടപ്പാക്കും. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നും ബജറ്റ് വ്യക്തമാക്കുന്നു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന സർക്കാർ ജീവനക്കാരുടെ ആവശ്യം കണക്കിലെടുത്താണ് നടപടി. പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പുനഃപരിശോധിച്ച് ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് നൽകിയ വിഹിതം തിരികെ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. ഒരു അഷ്വേർഡ് പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് വേണ്ടി പുതിയ സ്കീം രൂപീകരിക്കും. ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകാൻ സംവിധാനമൊരുക്കും. എന്നാൽ പെൻഷനിൽ വർധനയില്ല. മദ്യത്തിന്റെ ഗാൽവനേജ് ലിറ്ററിന് 10 രൂപ വർദ്ധിപ്പിച്ചുവെങ്കിലും മദ്യവിലയിൽ പ്രതിഫലിക്കില്ല. കിഫ്ബി ഉൾപ്പെടെയുള്ള മൂലധന ചെലവുകൾക്കായി 34,530 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിർമ്മാണ മേഖലയിലെ മാന്ദ്യം മറികടക്കാൻ 1000 കോടിയുടെ പാക്കേജ് നടപ്പാക്കും. വ്യവസായ മേഖലയ്ക്കായി 1120.54 കോടി അനുവദിച്ചു. ഇടത്തരവും വലുതുമായ വ്യവസായങ്ങൾക്ക് 773.09 കോടിയാണ് നീക്കിവെച്ചത്. പൊതുജനങ്ങളുടെ സഹായത്തോടെ ആരോഗ്യ സുരക്ഷാ ഫണ്ട് രൂപീകരിക്കുമെന്നും ബജറ്റ് വ്യക്തമാക്കുന്നു. കേരളീയത്തിനായി 10 കോടി അനുവദിച്ചു. നവകേരള സദസ്സ് തുടരുമെന്നും ബജറ്റ് വ്യക്തമാക്കുന്നുണ്ട്. 1,38,665 കോടി വരവും 1,84,327 കോടി ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. 24 തിരുവനന്തപുരം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വി എ ഗിരീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെട്ട ബജറ്റിൽ ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയിരുന്നത് വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും കാര്യത്തിൽ ഈ ബജറ്റ് സ്വീകരിക്കുന്ന സമീപനം എന്തായിരിക്കുമെന്നാണ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ടെങ്കിലും അതിന് തൽക്കാലം വഴിയില്ല എന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പകരം ഇപ്പോഴുണ്ടായിട്ടുള്ള കുടിശ്ശിക തീർക്കുകയും കുടിശ്ശിക ഒഴിവാക്കിക്കൊണ്ട് വിതരണം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നാണ്. ഏതൊക്കെ മേഖലകളിലാണ് ഈ ബജറ്റ് ഊന്നൽ നൽകുന്നത്? വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഈ സർക്കാരിൻ്റെ സമീപനം ബജറ്റിലൂടെ എന്താണ് വ്യക്തമാകുന്നത്? ഗോപികൃഷ്ണൻ, സംസ്ഥാനത്തെ കടുത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്നത്തെ ബജറ്റ് അവതരിപ്പിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇതിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ അതുപോലെ തുടരുന്നതിനും അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ തുടരുന്നതിനുമുള്ള ഒരു ശ്രമമാണ് ഈ ബജറ്റിലൂടെ ധനമന്ത്രി നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം എല്ലാ മേഖലകൾക്കും ആനുപാതികമായ ഒരു വിഹിതം നീക്കിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ വകുപ്പുകൾക്കും ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ചെയ്യാവുന്ന ഒരു വിഹിതം അവർക്കും നീക്കിവെച്ചിട്ടുണ്ട്. വമ്പൻ പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ ഇല്ല. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച ചില സൂചനകൾ ധനമന്ത്രി നൽകുകയും ചെയ്തു. ഇത്തരത്തിൽ കടുത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു. 2024-25 സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ തന്നെ മാന്ദ്യം അനുഭവപ്പെടുന്ന ഒരു സമയമാണ് എന്ന മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു വലിയ പ്രഖ്യാപനങ്ങൾ എന്തായാലും ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരുന്നു. അത് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തതയും വന്നിരിക്കുന്നു. മറിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേമ പെൻഷൻ 100 രൂപ വർദ്ധിപ്പിക്കണമെന്ന LDFിൻ്റെ ആവശ്യം പോലും ഇക്കാര്യത്തിൽ നിരാകരിക്കപ്പെട്ടത്. കാരണം 100 രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ 65 കോടിയിലധികം രൂപയുടെ ബാധ്യത ഓരോ മാസവും വന്നു ചേരും. ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ താങ്ങാനാകില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ബജറ്റ് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നമുക്ക് ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കുന്നത്. ഒന്ന്, പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട മുൻ സർക്കാരിൻ്റെ കാലത്ത്, ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന നിലപാടിൽ നിന്ന് ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം സർക്കാർ ജീവനക്കാരും അതോടൊപ്പം തന്നെ അധ്യാപകരും പെൻഷൻകാരുമൊക്കെ അടങ്ങുന്ന ഒരു വലിയ വിഭാഗം ഏറെ നാളായി ആവശ്യപ്പെട്ടിരുന്ന ഒന്നാണ് ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണം. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പിൻവലിച്ചുകൊണ്ടാണ് പങ്കാളിത്ത പെൻഷനിലേക്ക് വന്നത്. ഇത് പിൻവലിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ഈ സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഒരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലും പുറത്തുവിടാതിരുന്ന
ചെയ്തുകൊണ്ടിരുന്ന സർക്കാർ ഇപ്പോൾ ഒരു ബജറ്റിലൂടെ ഇതെല്ലാം തന്നെ അപ്രതീക്ഷിതമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു. ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കും എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. അതിനുള്ള നടപടി തുടങ്ങും എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. പകരം ഒരു പുതിയ പദ്ധതി, ഒരു സുരക്ഷിതമായ ഒരു പദ്ധതി, പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് സർക്കാർ പറയുന്നു. ശരി ഗിരീഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ബജറ്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളിൽ കാണുന്ന പ്രകടമായ മാറ്റമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ, IT മേഖലയിൽ, ടൂറിസം മേഖലയിൽ, ആരോഗ്യ മേഖലയിലൊക്കെ സ്വകാര്യ മൂലധന നിക്ഷേപം എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഈ ബജറ്റിൽ കാണുന്നുണ്ട്. ഇത് പ്രകടമായും ഇടത് സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക നയ വ്യതിയാനമല്ലേ? ഗോപികൃഷ്ണൻ, അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. കാരണം ഇടതുമുന്നണി നേരത്തെ എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് അതിൽ നിന്നും ഒരു വ്യതിചലനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ മൂലധന നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. പക്ഷേ നിലവിലെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ, നിലവിലെ ഒരു സാമ്പത്തിക അവസ്ഥയിൽ ഇതല്ലാതെ മുന്നോട്ട് പോകാൻ മറ്റു വഴികളില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാർ വിശദീകരിക്കുന്നത്. കാരണം ഈ പണം വിപണിയിലേക്ക് എത്തുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ട് അത് വിക്രയ ശേഷി വർദ്ധിപ്പിക്കുക, അതിലൂടെ വിൽപ്പന നികുതി ഉൾപ്പെടെയുള്ളവ സർക്കാരിലേക്ക് എത്തുക, അതിന് സ്വകാര്യ നിക്ഷേപം വേണം എന്ന് തന്നെ സർക്കാർ കണക്കുകൂട്ടുന്നുണ്ട്. കാരണം സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ വിപണിയിലേക്ക് ഇത്തരം പണം പമ്പ് ചെയ്യുന്നതിന് സർക്കാരിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വകാര്യ നിക്ഷേപത്തെ വൻതോതിൽ ഈ ബജറ്റ് ആശ്രയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അടുത്ത ഒരു 3 വർഷം കൊണ്ട് 3 ലക്ഷം കോടിയുടെ പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇത് സ്വകാര്യ മൂലധന നിക്ഷേപത്തോടെയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തുന്നു, സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളത്. നേരത്തെ തന്നെ കോളേജുകളുടെ സ്വയംഭരണാധികാരത്തെ പോലും ശക്തമായ രീതിയിൽ CPIM-ഉം LDF-ഉം ഒക്കെ എതിർത്തതാണ്. അതിൽ നിന്നൊക്കെ മാറി ഒരു ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് സർക്കാർ കൊണ്ടുവരുന്നു. അതോടൊപ്പം നേരത്തെ ഗോപികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ IT മേഖലയിൽ, അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിൽ വികസനം നടക്കാവുന്ന മേഖലകളിലെല്ലാം തന്നെ ഒരു സ്വകാര്യ നിക്ഷേപത്തെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് നീങ്ങുന്നു. ശരി ഗിരീഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ബജറ്റ്, അതായത് 2.5 മണിക്കൂർ നീണ്ട ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള സമീപനത്തെക്കുറിച്ചും അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന സംസ്ഥാനത്തിന് പിന്തുണ നൽകാത്ത പ്രതിപക്ഷത്തെയും കണക്കറ്റ് വിമർശിക്കുന്നുണ്ട് KN ബാലഗോപാൽ അദ്ദേഹത്തിന്റെ ബജറ്റ് പ്രസംഗത്തിൽ. അപ്പോൾ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റിന്റെ പവിത്രത കുടിച്ചിരിക്കുന്നു KN ബാലഗോപാൽ എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനം. ഈ വിമർശനത്തിൽ കഴമ്പുണ്ടോ? ഗോപികൃഷ്ണൻ നേരത്തെ തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തമായിരുന്നു. കാരണം ബജറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു സാമ്പത്തിക സംവിധാനത്തിൻ്റെ, അല്ലെങ്കിൽ നിയമസഭയിൽ ഇത് അവതരിപ്പിച്ച് ബജറ്റ് പാസ്സാക്കി എടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കില്ല, പകരം സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാട് കൂടി ഇക്കാര്യത്തിൽ വ്യക്തമാകും എന്ന ചില സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു. അത് കൃത്യമായും അടിവരയിടുന്നതാണ് ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റ്. കാരണം കേന്ദ്രത്തിന് അതിരൂക്ഷമായ വിമർശനം, സംസ്ഥാനത്തിൻ്റെ വിഹിതത്തിൽ കുറവ് വരുത്തുന്നത്, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയൊക്കെ ബാധ്യത സംസ്ഥാനത്തിൻ്റെ ബാധ്യതയാക്കി കണക്കാക്കിക്കൊണ്ട് കേന്ദ്രം സംസ്ഥാനത്തിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന ആരോപണം, അതോടൊപ്പം തന്നെ ഇതിന് കൂട്ടുനിൽക്കുന്ന പ്രതിപക്ഷത്തിനെതിരെയുള്ള രൂക്ഷമായ വിമർശനം, ഈ ഒരു തരത്തിൽ കൂടി രാഷ്ട്രീയമായി കൂടി ബജറ്റ് പ്രാധാന്യമർഹിക്കുന്നത് അവിടെയാണ്. കാരണം പ്രതിപക്ഷത്തിനും ഒപ്പം കേന്ദ്രത്തിനുമെതിരെയുള്ള വിമർശനങ്ങൾ കൂടി ബജറ്റിൽ കടന്നുകൂടുന്നു. ഒപ്പം പ്രതിപക്ഷത്തോട് ധനമന്ത്രി പറയുന്നത് പ്രതിപക്ഷം സ്വന്തം നിലയിലെങ്കിലും കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണം എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇതൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഗോപികൃഷ്ണൻ. ഗിരീഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഈ കേരളത്തെ പറഞ്ഞും എഴുതിയും കേരളത്തെ തോൽപ്പിക്കരുത്, അങ്ങനെയുള്ളവർ കേരളത്തിൻ്റെ ശത്രുക്കളായി അവരെ പരിഗണിക്കേണ്ടി വരും എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത്. അപ്പോൾ ധനമന്ത്രി തന്നെയാണ് വിവിധ സന്ദർഭങ്ങളിൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് വാചാലനായിട്ടുള്ളത്. പക്ഷേ ആ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണെന്ന് തുറന്ന് സമ്മതിക്കാൻ അദ്ദേഹം ഈ ബജറ്റിൽ വിമുഖത കാണിക്കുന്നുണ്ടോ? ഏത് പശ്ചാത്തലത്തിലാണ് കേരളത്തിന് എതിരെ പറയുകയും എഴുതുകയും ചെയ്യുന്നവർ കേരളത്തിൻ്റെ ശത്രുക്കളായി മാറുന്നു എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നത്? ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ധനകാര്യമന്ത്രി ചില വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് നിങ്ങൾ ആരോപിക്കുമ്പോഴും, നിങ്ങൾ എന്നുദ്ദേശിക്കുന്നത് മാധ്യമങ്ങളെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ ചിലരെയുമാണ്, നിങ്ങൾ ആരോപിക്കുമ്പോഴും അതിനുള്ള യഥാർത്ഥ കാരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും നിങ്ങൾ അത് കാണാതെ നടിക്കുന്നു എന്നുള്ളതാണ് ധനമന്ത്രി ഉയർത്തിയിരുന്ന നേരത്തെയുള്ള വിമർശനം. അതുതന്നെയാണ് ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിലും ഇടം പിടിച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ യഥാർത്ഥ കാരണം കേന്ദ്രമാണെന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? സംസ്ഥാനത്തിൻ്റെ 57,400 കോടി രൂപ
ഒരു വർഷം വെട്ടിക്കുറയ്ക്കുമ്പോൾ ഒരു സംസ്ഥാനത്തെ എങ്ങനെയാണ് വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുക എന്ന ചോദ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ധനമന്ത്രി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധി എന്ന ഒരു വാക്ക് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് തന്നെയാണ് ധനമന്ത്രി പറയുന്നത്. സംസ്ഥാനത്ത് കടുത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് അദ്ദേഹം പലതവണ അത് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാവുന്ന പോലെ സംസ്ഥാനത്തെ പല വികസന പദ്ധതികളും തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം വിഹിതത്തിൽ സംസ്ഥാനത്തെ ഒരു വിഹിതത്തിൽ, കാരണം ബജറ്റ് തയ്യാറാക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്നുൾപ്പെടെ ലഭിക്കുന്ന വിഹിതമൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഒരു ബജറ്റ് തയ്യാറാക്കുന്നത്. സ്വാഭാവികമായും ഈ വരുമാനത്തിലുണ്ടാകുന്ന ഒരു വലിയ കുറവ് സംസ്ഥാനത്തെ പല വികസന പദ്ധതികളെയും സാരമായി ബാധിക്കുന്നതാണ്. സംസ്ഥാനത്തിന് മുന്നോട്ടുള്ള പോക്കിനെയും സാരമായി ബാധിക്കുന്നതാണ്. ഇതേ തരത്തിൽ തന്നെയാണ് ഉള്ള വിമർശനങ്ങൾ. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന വിമർശനങ്ങൾ, ഇതിന് കേരളമാണ് ഉത്തരവാദി, സംസ്ഥാനത്തിൻ്റെ ദൂർത്താണ് എന്നൊക്കെയുള്ള ചില വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിന് പരോക്ഷമായ ചില മറുപടികൾ കൂടിയാണ് ഇപ്പോൾ ധനകാര്യമന്ത്രി തന്റെ ബജറ്റ് പ്രസംഗത്തിലൂടെ നൽകുന്നതും. ഗോപികൃഷ്ണൻ. ശരി, വി എ ഗിരീഷ് ഞങ്ങളുടെ പ്രതിനിധിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ബജറ്റ് പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ, അതോടൊപ്പം തന്നെ അതിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പരാമർശങ്ങൾ, ബജറ്റിന്റെ ഉള്ളടക്കം സംബന്ധിച്ച സംക്ഷിപ്തമായ വിവരങ്ങളുമാണ് ഇപ്പോൾ ഗിരീഷ് നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്, കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് 2.5 മണിക്കൂർ നീണ്ട ബജറ്റ് പ്രസംഗം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തുടങ്ങിയതും അവസാനിപ്പിച്ചതും. ഓരോ പദ്ധതിയും മേഖലകളും പ്രതിപാദിക്കുമ്പോൾ കേന്ദ്ര അവഗണന ബാലഗോപാൽ എണ്ണി പറഞ്ഞു. അവഗണന തുടർന്നാൽ കേരള സർക്കാർ പ്ലാൻ ബി സ്വീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു. ബജറ്റ് പ്രസംഗത്തിൽ പ്രതിപക്ഷത്തെയും ധനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ബജറ്റിലാകെ ഉണ്ടായിരുന്നത്. സാമ്പത്തിക ഉപരോധത്തിലേക്ക് കേരളത്തെ കേന്ദ്ര സർക്കാർ തള്ളിവിടുകയാണ്. കേന്ദ്രത്തിന്റെ ശത്രുതാ മനോഭാവം കൊണ്ടെന്നും കേരളം തകരില്ല, തളരില്ല, തകർക്കാനാവില്ല എന്നതാണ് മുദ്രാവാക്യമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ സമീപനത്തിൽ പരിതപിച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല കേരളം തയ്യാറാവേണ്ടത്. പകരം തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ എന്ന ശക്തമായ വികാരത്തോടു കൂടി നമുക്ക് മുന്നേറാൻ കഴിയണം. സുപ്രീം കോടതിയിലെ നിയമപോരാട്ടവും കേന്ദ്ര സർക്കാരിനെതിരായ സമരവും ബജറ്റിൽ പ്രതിപാദിച്ചു. എല്ലാ മലയാളികളുടെയും സഹകരണവും അഭ്യർത്ഥിച്ചു. ഈ ആനുകൂല്യങ്ങൾ നിലനിർത്താനും വർദ്ധിപ്പിക്കാനും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് ഡൽഹിയിൽ സമരം സംഘടിപ്പിക്കുന്നതും സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്തുന്നതും. ഇവ രണ്ടിലും മുഴുവൻ കേരളീയരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. സംസ്ഥാനത്തോടുള്ള അവഗണന തുടർന്നാൽ പ്ലാൻ ബി ആലോചിക്കുമെന്നും വെല്ലുവിളി. അതല്ല, ധനവ്യവസ്ഥയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിലോ കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിലോ തീർച്ചയായും നമുക്ക് ഒരു പ്ലാൻ ബിയെക്കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും. പ്രതിപക്ഷ വിമർശനവും ചേർത്തതായിരുന്നു ഇത്തവണത്തെ സംസ്ഥാന ബജറ്റ്. കേന്ദ്ര അവഗണന പ്രതിപക്ഷത്തിന് ബോധ്യപ്പെട്ടത് വൈകിയെന്നും പരിഹാസം. സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന സാമ്പത്തിക വിദഗ്ധർ പോലും കേന്ദ്ര അവഗണനയുണ്ട് എന്ന് അംഗീകരിക്കുന്നു. കേന്ദ്രത്തിനെതിരായ സമരത്തിൽ ഞങ്ങളോടൊപ്പം ചേരാൻ തയ്യാറല്ലെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷവും അവഗണനയുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. ഇത് സ്വാഗതാർഹമാണ്. വൈകിയാണെങ്കിലും കേരളത്തോടുള്ള അവഗണന പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും പ്രതിപക്ഷം പറയുന്നുണ്ട്. പ്രതിപക്ഷത്തെ വിമർശിക്കാനുള്ള ഡോക്യുമെന്റാണോ ബജറ്റ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുചോദ്യം. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റിന്റെ വിശ്വാസ്യതയാണ് ഇന്ന് ധനകാര്യമന്ത്രി തകർത്തത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി പ്രതിപക്ഷത്തിനെ വിമർശിച്ച് ബജറ്റിന്റെ പവിത്രതയും ധനകാര്യ വകുപ്പ് മന്ത്രി നഷ്ടപ്പെടുത്തി. ബജറ്റ് പ്രസംഗത്തിലുടനീളം കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ധനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചതും കേന്ദ്ര വിമർശനത്തോടെയാണ്. 24 തിരുവനന്തപുരം. വാർത്തയിലേക്ക് വീണ്ടും. CPIM എറണാകുളം സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച നവകേരള വികസന രേഖയിൽ ഊന്നിയുള്ള പ്രഖ്യാപനങ്ങളാണ് 2ാം പിണറായി സർക്കാരിന്റെ 4ാം ബജറ്റ്. വിവിധ മേഖലകളിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു പ്രധാന തീരുമാനം. വ്യവസായ, ഉന്നത വിദ്യാഭ്യാസ, ടൂറിസം, കായിക മേഖലകളിൽ വലിയ സ്വകാര്യ നിക്ഷേപമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെയുള്ള ഇടത് സർക്കാരുകളുടെ നയത്തിന് വിരുദ്ധമായ പ്രഖ്യാപനങ്ങളാണ് കെ എൻ ബാലഗോപാൽ ഇന്ന് ബജറ്റിലൂടെ നടത്തിയത്. വിവിധ മേഖലകളിൽ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക എന്ന സർക്കാർ ലക്ഷ്യമാണ് ബജറ്റിലുള്ളത്. കൂടുതൽ സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകും. വരും വർഷം 25 സ്വകാര്യ പാർക്കുകൾ കേരളത്തിൽ ഉറപ്പാക്കും. വരും വർഷം 25ഓളം പുതിയ സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകാൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റും. ഇതിനായി സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കും. കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുകയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. യൂറോപ്പ്, USA, ഗൾഫ് നാടുകൾ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ 2024 മെയ് ജൂൺ മാസങ്ങളിൽ 4 പ്രാദേശിക കോൺക്ലേവുകൾ നടത്താൻ ആലോചിക്കുന്നു. ഇതിന് തുടർച്ചയായിട്ട് 24 ഓഗസ്റ്റ് മാസത്തിൽ ഹയർ എഡ്യൂക്കേഷൻ ട്രാൻസ്ഫോർമേഷൻ ഇനിഷ്യേറ്റീവ് ഗ്ലോബൽ കോൺക്ലേവ് സംസ്ഥാനത്ത് നടത്തും. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനായിരിക്കും ഇതിനുള്ള ചുമതല. ഒരു ഉന്നത വിദ്യാഭ്യാസ നിക്ഷേപ നയം രൂപീകരിക്കുക എന്നത് ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടും.
ദേശീയ അന്തർദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കേരളത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ പുതിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള പ്രത്യേക പ്രോത്സാഹനങ്ങളും പാക്കേജുകളും നയത്തിൽപ്പെടും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകാൻ താൽപ്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കും. കായിക മേഖലയിലെ സ്വകാര്യ നിക്ഷേപം വഴി 10,000-ൽ പരം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു. ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് സ്വകാര്യ നിക്ഷേപം അനിവാര്യമാണെന്ന നിലപാട് ബജറ്റിൽ ധനമന്ത്രി സ്വീകരിക്കുന്നുണ്ട്. പ്രായമായവരെ നോക്കാൻ വേണ്ടി സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ കെയർ സെന്റർ പദ്ധതി നടപ്പാക്കും. വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരും നഴ്സുമാരും ഏറ്റവും അധികമുള്ള നാടാണ് കേരളം. സമാധാനപൂർണ്ണവും പ്രകൃതിസുന്ദരവുമായ നല്ല കാലാവസ്ഥയുള്ള ഏറെ പ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. ഇവിടങ്ങളിൽ കെയർ സെൻ്ററുകൾ സ്ഥാപിച്ച് ആരോഗ്യ പരിചരണവും സംരക്ഷണവും നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകൾക്കും വിദേശികൾക്കും ഇത്തരം കേന്ദ്രങ്ങളിൽ പരിചരണം നൽകും. സർക്കാർ ആശുപത്രികൾക്കായി പൊതുജനങ്ങൾ നൽകുന്ന ഫണ്ട് സ്വരൂപിക്കും. ഇതിനായി റെമിറ്റൻസ് അക്കൗണ്ട് സംവിധാനം ഉണ്ടാക്കുമെന്നും ബജറ്റിൽ പറയുന്നു. 24 തിരുവനന്തപുരം. ഈ മേഖലകളിൽ നിരവധി പുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും കൂടെ നിർത്താനാണ് ബജറ്റിൽ നീക്കം. ജീവനക്കാരുടെ ഏറ്റവും വലിയ ആവശ്യമായ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചും ക്ഷാമബത്ത ഏപ്രിൽ അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചും ജീവനക്കാരെ കൂടെ നിർത്താനുള്ള ശ്രമമാണ് ബജറ്റിൽ കണ്ടത്. അംഗനവാടി ജീവനക്കാർക്കായി മാത്രം പ്രത്യേക ഇൻഷുറൻസ് പദ്ധതിയും ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാർ ജീവനക്കാരെ പിണക്കാൻ സർക്കാർ തയ്യാറായില്ല. പങ്കാളിത്ത പെൻഷൻ കാര്യത്തിൽ അപ്രതീക്ഷിത നീക്കമാണ് ബജറ്റിലൂടെ സർക്കാർ നടത്തിയത്. ഇതിനു പകരം അഷ്വേർഡ് പെൻഷൻ സമ്പ്രദായം നടപ്പാക്കും. ഇത് ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന പെൻഷൻ പദ്ധതിയായിരിക്കുമെന്ന് ബജറ്റിൽ ചൂണ്ടിക്കാട്ടുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ പുതിയ പദ്ധതികൾ കൂടി പഠിച്ച് സംസ്ഥാനത്ത് ഇത് നടപ്പാക്കും. കേന്ദ്ര സർക്കാരിന് നൽകിയ വിഹിതം തിരികെ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിയാകാൻ കാരണം കേന്ദ്ര വിഹിതത്തിലെ കുറവാണെന്ന് വിമർശിക്കുന്ന ബജറ്റ് ഏപ്രിലിൽ ജീവനക്കാർക്ക് 1 ഗഡു ക്ഷാമബത്ത ശമ്പളത്തോടൊപ്പം നൽകുമെന്നും വ്യക്തമാക്കുന്നു. സർക്കാർ ജീവനക്കാർ വിരമിച്ചതിന് ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാകുന്ന തരത്തിൽ ഒരു പുതിയ പദ്ധതി ആന്വിറ്റി എന്ന പേരിൽ നടപ്പാക്കും. ഇത് നടപ്പാക്കുന്നത് പഠിക്കാൻ ഇൻഷുറൻസ് വകുപ്പിനെ ചുമതലപ്പെടുത്തുമെന്നും ബജറ്റിലുണ്ട്. അംഗൻവാടി ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു. ഇതും തെരഞ്ഞെടുപ്പിൽ നേട്ടമാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ, കുറ്റപ്പെടുത്തലുകൾ, പരാതി പറച്ചിലുകൾ. ധനമന്ത്രിയുടെ 2 മണിക്കൂറിലേറെ നീണ്ട ബജറ്റ് പ്രസംഗത്തിന്റെ സിംഹഭാഗവും വിനിയോഗിക്കപ്പെട്ടത് ഇതിനൊക്കെയാണ്. ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്താനിരിക്കുന്ന പ്രക്ഷോഭം വരെ KN ബാലഗോപാലിന്റെ ബജറ്റ് പ്രസംഗത്തിൽ ഇടം കണ്ടു. സർ, ഇത് ജനങ്ങളെയാകെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് കണ്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം ചെയ്യാൻ സ്വന്തം നിലയ്ക്കാണെങ്കിലും പ്രതിപക്ഷവും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേന്ദ്ര അവഗണനയെപ്പറ്റിയുള്ള വിലാപങ്ങളും രാഷ്ട്രീയ പ്രസ്താവനകളും കൊണ്ട് സമൃദ്ധമായ സംസ്ഥാന ബജറ്റ് പ്രസംഗം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ടുള്ള രാഷ്ട്രീയ പ്രസംഗമായി പലയിടത്തും മാറി. മുടിഞ്ഞുപോയ നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരള വിരുദ്ധരെ വല്ലാതെ നിരാശപ്പെടുത്തുന്ന നേട്ടങ്ങളാണ് ഈ നാട് കൈവരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രസംഗത്തിന്റെ തുടക്കം. കേരളത്തിൻ്റെ സ്ഥാനം ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ മുൻനിരയിലാണ്. കേരളത്തെ മുടിഞ്ഞുപോയ നാടെന്ന് ചിത്രീകരിക്കുന്ന കേരള വിരുദ്ധരെ അഗാധമായി നിരാശപ്പെടുത്തുന്ന നേട്ടങ്ങളാണ് ഈ നാട് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ മെല്ലെപ്പോക്കും ആഭ്യന്തര ഉൽപാദന വളർച്ച മെച്ചപ്പെടുത്തുന്നതിലും പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഗുണം ചെയ്തുവെന്ന് വിശദീകരിക്കാനാണ് പിന്നീട് KN ബാലഗോപാൽ ശ്രമിച്ചത്. 10 വർഷം മുമ്പ് സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന കാര്യങ്ങളാണ് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം സംഭവിക്കുന്നതെന്നും മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ വിമർശനവും അസഭ്യവർഷവും അസഹിഷ്ണുത മൂലമെന്നും പറഞ്ഞുവെച്ചു ധനമന്ത്രി. 10 വർഷം മുമ്പ് നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന കാര്യങ്ങളാണ് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയപാത 66-നോടൊപ്പം മറ്റ് ദേശീയപാതകളുടെയും തീരദേശ പാതകളുടെയും മലയോര പാതയുടെയും പണി അതിവേഗം പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഈ പദ്ധതികളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വന്ന വലിയ എതിർപ്പുകളെക്കുറിച്ച് ഓർക്കുന്നത് നന്നാവും. മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ വിമർശനത്തിനും അസഭ്യവർഷത്തിനും വല്ല കയ്യും കണക്കും ഉണ്ടായിരുന്നു. മന്ത്രിമാരുടെ എണ്ണം, വിദേശയാത്രകൾ, ചെലവ് എല്ലാം UDF സർക്കാരിന്റെ കാലവുമായി താരതമ്യപ്പെടുത്താൻ തയ്യാറാണെന്നായിരുന്നു മറ്റൊരു പ്രസ്താവന. കേരയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നടപടികളും നവകേരള യാത്രയും നവകേരള സൃഷ്ടിയുമായിരുന്നു പ്രസംഗത്തിലെ മറ്റ് രാഷ്ട്രീയ ഹൈലൈറ്റുകൾ. സർ, അതിവേഗ റെയിൽ യാത്രക്കാർക്കായി നിർദ്ദേശിച്ച കേരയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമം സർക്കാർ തുടരുന്നതാണ്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായുള്ള കൂടിയാലോചനകൾ തുടരുകയാണ്. നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കായി സംസ്ഥാനത്തെ വികസന പദ്ധതികൾക്കായി 1000 കോടി രൂപ ചെലവഴിക്കും.
കേന്ദ്ര അവഗണന തുടർന്നാൽ പ്ലാൻ ബിയെ പറ്റി ആലോചിക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞ ബാലഗോപാൽ പക്ഷേ എന്താണ് ഈ പ്ലാൻ ബി എന്ന് മാത്രം വിശദീകരിച്ചില്ല. അതല്ല, ധനവ്യവസ്ഥയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിലോ കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിലോ തീർച്ചയായും നമുക്ക് ഒരു പ്ലാൻ ബിയെക്കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും. എല്ലാ മേഖലകളിലും സ്വകാര്യവൽക്കരണത്തിനായുള്ള ആഹ്വാനവും മദ്യത്തിലൂടെയും ലോട്ടറിയിലൂടെയും വരുമാനം തുടർന്നും വർദ്ധിപ്പിക്കാനുള്ള നീക്കവും ഇടതുപക്ഷ നിലപാടിന് വിരുദ്ധമാണെങ്കിലും ധനമന്ത്രി അതിൽ തന്നെയാണ് പ്രതീക്ഷയർപ്പിച്ചതെന്നതും വിരോധാഭാസം. റിസർച്ച് ഡെസ്ക് 24. വാണിജ്യ നഗരമായ കൊച്ചിക്കായി സംസ്ഥാന ബജറ്റിൽ നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊച്ചിയുടെ വികസനത്തിന് കരുത്തു പകരുന്നവയാണ് പദ്ധതികൾ. സമഗ്ര വികസനം ഉറപ്പാക്കുന്ന സർക്കാരിന്റെ ബജറ്റിൽ കൊച്ചിക്ക് മുതൽക്കൂട്ടാകുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറൈൻ ഡ്രൈവിൽ അന്താരാഷ്ട്ര വാണിജ്യ സമുച്ചയത്തിനായി 2152 കോടി രൂപയാണ് അനുവദിച്ചത്. 17.9 ഏക്കറിൽ NCBC ലിമിറ്റഡുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക. 3 വർഷത്തിനുള്ളിൽ വാണിജ്യ സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. കൊച്ചി മെട്രോ കലൂർ കാക്കനാട് 2ാം ഘട്ട നിർമ്മാണത്തിനായി 239 കോടി രൂപ നീക്കിവച്ചതായും ധനമന്ത്രി അറിയിച്ചു. കൊച്ചിൻ ക്യാൻസർ സെന്ററിനായി 14.5 കോടിയും കൊച്ചിൻ ഷിപ്പ്യാർഡിനായി 500 കോടിയും നൽകുമെന്ന് ധനമന്ത്രി അറിയിച്ചു. ബജറ്റ് വിഹിതത്തിൽ കിൻഫ്രയ്ക്ക് 324.31 കോടി രൂപ നീക്കിവച്ചതും കൊച്ചിക്ക് പ്രതീക്ഷ നൽകുന്നു. വ്യവസായ നഗരമായ കൊച്ചിക്ക് കരുത്തു പകരാൻ കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്കായി 200 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചു. 24 കൊച്ചി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കരണവുമായി സംസ്ഥാന സർക്കാർ. സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സ്കൂളുകളുടെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് ഏർപ്പെടുത്തും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് 1736 കോടിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 456 കോടിയും ബജറ്റിൽ അനുവദിച്ചു. ഉന്നത പൊതുവിദ്യാഭ്യാസ മേഖലകളിൽ കൂടുതൽ പരിഷ്കാരങ്ങൾക്ക് സർക്കാർ ഒരുങ്ങുന്നുവെന്ന സൂചനയാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ ബജറ്റ് അവതരണം നൽകുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ രാജ്യം വിടുന്നുവെന്ന് സംബന്ധിച്ച ധനമന്ത്രി കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നികുതി ഇളവുകൾ നൽകി കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടുള്ള വികസനങ്ങളാണ് നടപ്പാക്കുക. സർ, ധാരാളം വിദേശ വിദ്യാർത്ഥികൾ ഇന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെ വിവിധ സർവകലാശാലകളിലേക്ക് എത്തുന്നുണ്ട്. മേൽ സൂചിപ്പിച്ച നടപടികളിലൂടെ കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ കഴിയും. സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ഒരു സ്കൂൾ മോഡൽ സ്കൂളായി ഉയർത്തും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് 382 കോടി രൂപ നീക്കിവെച്ചു. സ്കൂളുകൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ 10 കോടിയും സാങ്കേതിക സൗഹൃദമാക്കാൻ 27 കോടിയും പ്രഖ്യാപിച്ചു. 24 തിരുവനന്തപുരം. അധിക വിഭവ സമാഹരണത്തിന് നികുതി വർധനവ് തന്നെയാണ് സംസ്ഥാന ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ചത് ഭൂരജിസ്ട്രേഷന്റെ ചെലവ് കൂട്ടും. കോടതി ഫീസുകൾ വർദ്ധിപ്പിച്ചും ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകളുടെ നികുതി കുറച്ചും നികുതിയുടെ കാര്യത്തിൽ സമ്മിശ്ര നീക്കങ്ങളാണ് ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ വിദേശ നിർമ്മിത മദ്യത്തിന് ഉപഭോക്താവിന് വില വർദ്ധിപ്പിക്കാതെ ഗാൽവനേജ് ഫീസിൽ 10 രൂപ കൂട്ടി 200 കോടിയുടെ അധിക സമാഹരണമാണ് ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കഴിഞ്ഞ ബജറ്റിലുണ്ടായ പോലെ കീശകാലിയാക്കുന്ന ഭാരിച്ച നികുതി വർധനവ് ഈ ബജറ്റിലുണ്ടായിട്ടില്ല. മദ്യം, ഭൂമി, കോർട്ട് ഫീ എന്നിവയുടെ വർധനവിലൂടെയാണ് അധിക സമാഹരണം ലക്ഷ്യമിടുന്നത്. ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ചതിലൂടെ ഭൂ രജിസ്ട്രേഷൻ തുക ഉയരും. 2010 ശേഷം ഉണ്ടായിട്ടുള്ള വികസനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമി വിലയിൽ ഉണ്ടായ വർധന കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ഫെയർ വാല്യൂ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഫെയർ വാല്യൂ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കുന്നതോടൊപ്പം ഓരോ വസ്തുവിൻ്റെ ഉപയോഗക്രമം അനുസരിച്ചുള്ള ഭൂനികുതി നിർണ്ണയിക്കുന്നതിനും നടപടികൾ കൈക്കൊള്ളുന്നതാണ്. വിവിധ കോടതി സേവനങ്ങൾക്കുള്ള തുകയും കുത്തനെ ഉയർത്തി. കോർട്ട് ഫീ വർദ്ധിക്കും. അപ്പീൽ ഫീസ്, റിവിഷൻ പെറ്റീഷൻ എന്നിവയിൽ വലിയ വർധനവുണ്ടാകും. ഇതുവഴി 50 കോടി സമാഹരിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ലിറ്ററിന് 10 രൂപയായി നിശ്ചയിച്ച് 200 കോടി അധികം സമാഹരിക്കുകയാണ് ലക്ഷ്യം. ഈ 10 രൂപ മദ്യ കമ്പനികളാണ് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ മദ്യത്തിന്റെ വില കൂടില്ല. സ്വകാര്യ വൈദ്യുതി ഉൽപാദകർക്ക് 10% തീരുവ കൂട്ടി. നികുതി കുടിശ്ശിക അടക്കം നേടിയെടുക്കാൻ വലിയ നടപടികളിലേക്കും കടക്കും. GST നികുതി കുടിശ്ശിക അടയ്ക്കാൻ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കും. സർ, സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്മേൽ
ലിറ്ററിന് 30 രൂപ വരെ ഗാലനേജ് ഫീ ചുമത്തുന്നതിന് അബ്കാരി നിയമം അനുവദിക്കുന്നുണ്ട്. ആയത് ലിറ്ററിന് 10 രൂപയായി നിശ്ചയിക്കുന്നു. ഇതുവഴി 200 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. 4 വർഷം കൊണ്ട് നികുതി വരുമാനം ഇരട്ടിയായി. അത് സ്വപ്നതുല്യമായ നേട്ടമായും സർക്കാർ കാണുന്നുണ്ട്. IGSTയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടെ നികുതി വരവ് കൂടുമെന്ന പ്രതീക്ഷയും ബജറ്റ് പങ്കുവയ്ക്കുന്നു. 24 തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിലെ കാർഷിക മേഖലയ്ക്കുള്ള 1698 കോടിയുടെ നീക്കിയിരിപ്പ് വലിയ പ്രതീക്ഷയോടെയാണ് കർഷകർ കാണുന്നത്. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കർഷകർ ഇപ്പോൾ കടന്നു പോകുന്നത്. നീക്കിയിരിപ്പ് തുക കൃത്യമായി കർഷകർക്ക് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. നിഖിൽ പ്രമേഷ് ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തിയ കർഷകർക്ക് സംസ്ഥാന ബജറ്റിൽ എന്ത് കിട്ടി? പാലക്കാട്ടെ കർഷകർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തൃപ്തരാണോ കർഷകർ? ഇപ്പോൾ 1698 കോടിയോളം കർഷകർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിൽ തൃപ്തരാണോ കർഷകർ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ നല്ല കാര്യമാണെങ്കിലും പാലക്കാട് ജില്ലയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷി വകുപ്പും അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഇതേപോലുള്ള തുകകൾ പല പദ്ധതികൾ കർഷകർക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള പല പദ്ധതികളും രൂപീകരിച്ച് അത് ഒരു ഗുണവുമില്ലാതെ നശിപ്പിച്ച് കളയുന്ന രീതി വരാൻ പാടില്ല. അതാണ് പ്രത്യേകം പറയാനുള്ളത്. പാവപ്പെട്ട കർഷകർ അത്രയും കഷ്ടത്തിലാണ്. കാരണം വളരെ കഷ്ടപ്പെട്ട് ഈ മേഖല തന്നെ ഒഴിവാക്കിക്കൊണ്ട് പോണ രീതിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ബഡ്ജറ്റ് വന്നതിൽ വളരെ സന്തോഷകരമായ കാര്യമാണ്. അത് നല്ല രീതിയിൽ കർഷകരുടെ കയ്യിലെത്തുന്ന നിലവിലുള്ള യഥാർത്ഥ കർഷകരുടെ കയ്യിലെത്തുന്ന രീതിയിലുള്ള ഒരു ഫണ്ടായി മാറണം മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം പ്രത്യേകിച്ച് എല്ലാ സമയത്തും കൃഷി വകുപ്പ് ഓരോരോ പദ്ധതികൾ കൃഷിക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ജോലിക്ക് വേണ്ടി ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കും. ആ കാര്യങ്ങളൊന്നും നമുക്ക് ഒരു ഗുണവുമില്ലാത്ത രീതിയിലാണ്. അപ്പോൾ അത് ഇപ്രാവശ്യം വരാൻ പാടില്ല എന്നാണ് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്. സംഭരണം ഇപ്പം നല്ല രീതിയിലേക്ക് ആയിട്ടുണ്ടോ? ഇപ്പോൾ സംഭരണ തുക ആളുകളിലേക്ക് എത്തുന്ന രീതി മാറിയിട്ടുണ്ട്? തീർച്ചയായിട്ടും സംഭരണ തുക ഇപ്പോൾ SBI ബാങ്ക് കൺസോർഷ്യം വന്ന ശേഷം ആദ്യമൊക്കെ കുറച്ച് നല്ല രീതിയിലായിരുന്നു പൈസ കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു താല്പര്യമില്ലായ്മ എന്ന് തന്നെ വേണം പറയാൻ. കാരണം കർഷകർക്ക് ഒരു ബാങ്കിൽ നിന്ന് 1, 2, 3 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അത്ര പേർക്ക് ലോൺ കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് അവർ പറയുന്നത്. അത് വളരെയധികം കഷ്ടത്തിലാകുന്നുണ്ട്. അത് സർക്കാരിൻ്റെ കുറ്റമല്ല, അത് ബാങ്കുകാരൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ബാങ്കുകാരാണ്. കാരണം അവരത് ഒപ്പിടുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളോ അതിനുള്ള കൗണ്ടറോ അതിനുള്ള ഉദ്യോഗസ്ഥന്മാരോ ഒന്നും അവിടെ ഇല്ല. നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് കർഷകർ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ബജറ്റിൽ തുക മാറ്റിവെച്ചതിനെ സ്വാഗതം ചെയ്യുകയാണ് കർഷകർ. അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയണം, അതായത് ഉദ്യോഗസ്ഥർക്ക് അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയണം എന്നുള്ള ആവശ്യമാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. വിവിധ മേഖലകളിൽ ബജറ്റ് എങ്ങനെ പ്രതിനിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു? വിവിധ മേഖലകൾ ബജറ്റ് അലൊക്കേഷൻസ് ഏതൊക്കെ തരത്തിലാണ് ആളുകളെ ബാധിക്കുന്നത്? കർഷകർ അവരുടെ പ്രതീക്ഷകൾ പങ്കുവെക്കുകയായിരുന്നു ഇതുവരെ. ധനമന്ത്രി KN ബാലഗോപാലിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് എന്നത് വളരെ ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്ന ചോദ്യമാണ്. നമുക്ക് അതിലേക്കൊക്കെ വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.